കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് എൻക്വയറീസാണ് വരുന്നത്. എനിക്കും പഠിക്കണം സാർ അബ്രോഡ്, ജർമ്മനിയിൽ പോയിട്ട് ഫ്രീ എഡ്യൂക്കേഷൻ വേണം. അതെ, ഈ ജർമ്മനിയിലെ ഫ്രീ എഡ്യൂക്കേഷൻ വെച്ചാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണോ? അങ്ങനെയാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ജർമ്മനിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസ് അതിനോടൊപ്പം വരാനുണ്ട്. എക്സ്പെൻസ് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പുതിയൊരു കൺട്രിയിലേക്ക് പോയി കഴിയുമ്പോൾ ആദ്യം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ ട്രാൻസാക്ഷനും കാര്യങ്ങളും എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന പൈസ വേണമല്ലോ. അതിനാദ്യം വേണം ഒരു ബാങ്ക് അക്കൗണ്ടാണ്. നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അത് നമ്മൾ ജർമ്മനിയിലെ ബ്ലോക്ക്ഡ് അക്കൗണ്ട്സ് എന്ന് പറയും. ആ ഒരു അക്കൗണ്ട് തന്നെ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഏകദേശം 992 യൂറോ, അതായത് 992 യൂറോ മാത്രമാണ് നമുക്കൊരു മാസത്തിൽ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസിനും കാര്യങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത് നമുക്ക് എല്ലാവരും തരുന്നൊരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഒരു കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വേണ്ടത് താമസിക്കാൻ ഇടം, അതായത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ അക്കോമഡേഷൻസ്. അക്കോമഡേഷൻ്റെ കേസിലാകുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ടൗൺ അല്ലെങ്കിൽ ലൊക്കേഷൻ അനുസരിച്ചിട്ട് വ്യത്യാസങ്ങളുണ്ട്. അവിടുത്തെ ടോപ്പ് ടൗൺസ് ആയ ബെർലിൻ, ലക്സംബർഗ് പോലത്തെ ഏരിയാസാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ നല്ല പോഷ് ഏരിയാസാണ്. അക്കോമഡേഷൻ്റെ കേസിലായാലും റേറ്റ് കൂടുതലാണ്. അവിടെയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വരുന്നത് സ്റ്റുഡൻറ്റ് ഡോംസ് ആണ്, അത് ഡോമെട്രീസ്. അവിടെ ഏകദേശം സ്റ്റുഡൻസിന് 300 മുതൽ ഒരു 500 യൂറോ ആണ് മന്ത്ലി ചാർജ് വരുന്നത്, അതായത് ഡോമെട്രി സ്റ്റൈലിൽ. രണ്ടാമത് വരുന്നത് ഷെയർഡ് അപ്പാർട്ട്മെൻറ്റ്സ് ആണ്. അവിടെ ആകുമ്പോൾ ഒരു 500 മുതൽ 800 യൂറോ ആണ് മന്ത്ലി പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. തേർഡ് ഓപ്ഷൻ വെച്ചാൽ നമുക്ക് കുറച്ച് ലക്ഷറി ആയിട്ട് സ്വന്തം വീട്ടിൽ താമസിക്കണം, ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ്, വില്ലാസ് എടുത്ത് അങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണ്. ഏകദേശം 800 മുതൽ 1200 യൂറോ മിനിമം നമുക്ക് വേണം, അതായത് ഇൻഡിവിജ്വലായിട്ട് സ്റ്റേ ചെയ്യുന്ന സമയത്ത്. അത് മാത്രം മതിയോ? നമുക്ക് വീടായി പിന്നെ ഭക്ഷണം കാര്യങ്ങളും ഇല്ലേ? അത് നമുക്ക് നോർമലി എന്താ വെച്ചാൽ ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിൽ അതിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ സെൽഫ് കുക്കിംഗ് ആണെങ്കിൽ ഓക്കെ. ഗ്രോസറി ഷോപ്സും കാര്യങ്ങളും ഒരുപാട് അവൈലബിൾ ആണ്. അതുകൂടാതെ യൂണിവേഴ്സിറ്റീസിൽ തന്നെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കഫറ്റേരിയാസ് അവൈലബിൾ ആണ്. അവിടെ നമുക്ക് സ്റ്റുഡൻസിന് ഡിസ്കൗണ്ട് കൂടി ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പം 2 അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങൾക്കും പോകുന്ന സമയത്ത് നമ്മൾ കേൾക്കാൻ എന്താ പറയുക സാധ്യതയുള്ള 2 കാര്യങ്ങളാണ് കോൾഡ് റെൻറ്റും വാം റെൻറ്റും. എന്താണ് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2 വേർഡ്സ്. കോൾഡ് റെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ റൂമിൻ്റെ റെൻറ്റ് മാത്രമേ അതിൽ ഇൻക്ലൂഡ് ആവുള്ളൂ. അവിടെയുള്ള വാട്ടർ കണക്ഷൻ, ഇലക്ട്രിസിറ്റി, എനിക്ക് വൈഫൈ ഉണ്ടെങ്കിൽ അതിൻ്റെ റെൻറ്റ്സ് ഒന്നും അതിൻ്റെ ചാർജസ് ഒന്നും ഇൻക്ലൂഡ് ആയിരിക്കില്ല. അതാണ് കോൾഡ് റെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ആ റൂം റെൻറ്റ് മാത്രമാണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവുക. രണ്ടാമതായിട്ട് വരുന്നതാണ് വാം റെൻറ്റ്. അതിൽ നമ്മുടെ റൂമിൻ്റെ റെൻറ്റിനോടൊപ്പം നമ്മുടെ യൂട്ടിലിറ്റി ബിൽസും കൂടെ ഇൻക്ലൂഡ് ആയിരിക്കും. നോർമലി സ്റ്റുഡൻസിൻ്റെ ഡോമെട്രീസ് ഒക്കെ ആകുമ്പോൾ ഏകദേശം വൈഫൈയുടെയും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ലും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കും. പക്ഷേ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സും ഷെയർഡ് ബേസും ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് യൂട്ടിലിറ്റി ബിൽസ് ഷെയർ ബേസ് നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ ഷെയർ ചെയ്ത് അടയ്ക്കേണ്ട അവസ്ഥയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ജർമ്മനിൻ്റെ കേസിൽ നമുക്ക് വരുന്നൊരു എക്സ്പെൻസ് വെച്ചാൽ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ്. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കേസിലാകുമ്പോൾ നമുക്ക് ഒരു സർവീസ് പ്രൊവൈഡർ എടുത്തത് നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് ഓക്കെ ആണെങ്കിൽ അത് ചൂസ് ചെയ്യാവുന്നതാണ്. അവിടെയും നമ്മുടെ ഏജിനനുസരിച്ചിട്ട് നമുക്ക് പ്രീമിയത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം 23 വയസ്സിന് താഴെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 120 യൂറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക മന്ത്ലി പേയ്മെൻറ്റ് അടക്കുന്ന രീതിയിൽ മന്ത്ലി പ്രീമിയത്തിന് വെച്ച് ചൂസ് ചെയ്യാൻ പറ്റും. അതായത് പ്രീമിയം ചൂസ് ചെയ്യാം. ഇപ്പം 23 വയസ്സിന് മുകളിലുള്ളതാണെങ്കിൽ നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 150 യൂറോ ഒക്കെയാണ് ഒരു മന്ത്ലി പ്രീമിയം ആയിട്ട് വരുന്നത്. അതായത് നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള പ്രീമിയംസും എന്താ പറയുക സർവീസ് പ്രൊവൈഡേഴ്സും ചൂസ് ചെയ്തിട്ട് നമുക്ക് പ്രീമിയം ചൂസ് ചെയ്യാം, ഹെൽത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യാം. രണ്ടാമത് വരുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനാണ്. ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബസ്സസും ട്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നോർമലി യൂണിവേഴ്സിറ്റീസ് നമുക്ക് സെമസ്റ്റർ ടിക്കറ്റ് അവൈലബിൾ ആണ്. ഒരു യൂണിവേഴ്സിറ്റി എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെമസ്റ്റർ ടിക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ മന്ത്ലി ബേസിൽ ഇപ്പോൾ 49 യൂറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഒരു മാസത്തേക്കുള്ള ട്രാവലിനുള്ള ഒരു ലോക്കൽ ടിക്കറ്റ് നമുക്ക് കിട്ടും. അത് നമുക്ക് അവിടുത്തെ ലോക്കൽ ട്രെയിൻസിലും കാര്യങ്ങളും യൂസ് ചെയ്യാം. പിന്നെ ഫുഡിൻ്റെ കേസിലോട്ട് പോകും. നമുക്കറിയാം ഫുഡ് എല്ലാവർക്കും അടിസ്ഥാനമായിട്ട് വേണ്ട കാര്യമാണ്. സെൽഫ് കുക്കിംഗ് അറിയുന്നവരാണെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഗ്രോസറി ഷോപ്സിലും കാര്യങ്ങളിലും പോയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാം. അതിലും ഡിസ്കൗണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം വീക്കിലൊക്കെ അവിടെ എന്താ പറയുക ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും പോകുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങി കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് അവിടെ തന്നെ മെസ് ഏരിയാസ് അല്ലെങ്കിൽ കാഫറ്റേരിയാസ് അവൈലബിൾ ആണ്. അത് സ്റ്റുഡൻസിന് ഡിസ്കൗണ്ട് പ്രൈസിലാണ് അവൈലബിൾ ആവുന്ന ഫുഡ്സും കാര്യങ്ങളും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ക്യാരി ചെയ്ത് റൂമിൽ പോയി കഴിക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ്. പിന്നെ വരുന്ന ആഴ്ച നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് വിളിക്കണ്ടേ, ഫോൺ വേണ്ടേ?
അതിനുള്ള സിം, വോഡഫോൺ വരുന്നുണ്ട്, ലെബറ വരുന്നുണ്ട്, അതുപോലെ തന്നെ O2. ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് വരുന്ന കുറച്ച് സിം കാർഡ്സ് വരുന്നത്. ആ സിം കാർഡ്സും നമുക്ക് ചൂസ് ചെയ്യാം. അതിലിപ്പം നമുക്കറിയാലോ, ഇപ്പം ഇത്ര GB, ജിയോ, BSNL നമുക്കറിയാം അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ. അതേപോലെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഏതാണ് ആപ്റ്റായിട്ട് തോന്നുന്നത് അത് ചൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു ചെറിയ എമൗണ്ടേ അതിനും വരുന്നുള്ളൂ. വൈഫൈയുടെ കേസിലായാലും നമ്മൾ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി. ചില സ്ഥലത്ത് നമ്മളെ ഹോസ്റ്റൽസിനും കാര്യങ്ങളൊക്കെ വൈഫൈ ഫെസിലിറ്റീസൊക്കെ നമ്മൾ യൂട്ടിലിറ്റി ബില്ലിൽ ഇൻക്ലൂഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അതായത് എബ്രോഡ് പോയി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു എക്സ്പെൻസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ എല്ലാം ഫ്രീ ഒന്നല്ല കേട്ടോ. ഈ ബേസിക് കാര്യങ്ങളെല്ലാം മനസ്സിൽ വേണം. കാരണം ഒരു പൈസയും കരുതാതെ എബ്രോഡ് പോയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല ഒരിക്കലും. ജർമ്മനി മാത്രമല്ല, ബാക്കി ഒരുപാട് കൺട്രീസിൽ ഇതുപോലെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും കൺട്രീനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്, ആ ഒരു കൺട്രിയിലെ സൈബർ സെക്യൂരിറ്റി ആവട്ടെ, എഞ്ചിനീയറിംഗ് ആവട്ടെ, ഇങ്ങനത്തെ കോഴ്സൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നാണെങ്കിൽ ആ ഒരു കൺട്രി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കോഴ്സ് എന്താണെന്ന് വെച്ച് കമൻറ്റ് ചെയ്താൽ അടുത്ത വീഡിയോ ആ ഒരു സബ്ജക്റ്റിൽ ഞാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം എബ്രോഡ് പോകുന്നവർക്കുള്ളൊരു മെയിനായിട്ടുള്ള ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു ഇത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കുക. കേട്ടല്ലോ, ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഫ്രീ അല്ല. ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് നിങ്ങളെപ്പോലത്തെ സ്റ്റുഡൻസിൻ്റെ. അവർക്ക് റിപ്ലൈ കൊടുക്കട്ടെ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നത്. ബൈ.